അലഹമ്മദില്ല നമുക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ എന്റെ റിയാക്ഷൻ, എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള, എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട്, അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേര് ഇവർക്കൊന്നും എതിരെ കേസ് കൊടുക്കാനും ആരുമില്ലേ? ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണ്. കാരണം യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടുന്നത്. പലപ്പോഴും എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടുന്നത് എന്ന്. 5 മക്കളാണ്. ഈ മക്കളുടെ മുമ്പിൽ വരെ നിന്നാണ് ഇവര് വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുന്നത്. നല്ല ഭാഷയിലല്ല സംസാരിക്കുന്നത്. ഒരു നല്ല അമ്മ ഒരു കാരണവശാലും സ്വന്തം മക്കൾ കേൾക്കെ മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കില്ല. വളർന്ന് വലുതായിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ സമ്മതിക്കാം. പക്ഷെ കൊച്ചുകുട്ടികളാണ്, ഒരിക്കലും സംസാരിക്കത്തില്ല. പക്ഷേ ലൈവായിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ വന്ന എന്ത് വൃത്തികേടുകളൊക്കെയാണ് ഈ സ്ത്രീ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും സ്വന്തം ഉമ്മയെക്കുറിച്ച് വരെയാണ്, നാട്ടുകാരെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്. വളരെ മര്യാദ ഭാഷയിൽ ഇവർക്ക് സംസാരിക്കാമല്ലോ. അങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. തുടക്കത്തിൽ ഇവരുടെ ചാനൽ റീച്ച് ആകുന്നതിനൊക്കെ മുമ്പ് ഇവർ നല്ല മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്? ഇവരെ വിമർശിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ വളർത്താനല്ലേ, ജീവിക്കാനല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഷാജിദയെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു കമന്റാണ്, മക്കളെ വളർത്താനല്ലേ, ജീവിക്കാനല്ലേ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന്, യൂട്യൂബിന്റെ മുമ്പിൽ വന്നിരുന്ന്, പബ്ലിക്കായിട്ടാണ്, എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കെ വന്നിരുന്ന് ചീത്ത പറഞ്ഞെങ്കിൽ മാത്രമേ ഇവർക്ക് മക്കളെ വളർത്താൻ പറ്റത്തുള്ളൂ. ബാക്കി എന്തുമാത്രം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈവൻ യൂട്യൂബിൽ തന്നെ നല്ല രീതിയിൽ വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ നല്ല രീതിയിൽ വീഡിയോ ഇട്ടൂടെ? എന്തിനാണ് തെറി പറയുന്നത്? എന്തിനാണ് ചീത്ത വിളിക്കുന്നത്? മോശപ്പെട്ട ഭാഷ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ക്രീം വിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയുന്നു, ഇത്തരം ക്രീമുകളൊക്കെ എന്ത് വിശ്വസിച്ച് നമ്മൾ വാങ്ങിച്ചുപയോഗിക്കും? ഇതൊക്കെ 100% സേഫ് ആണ് എന്നുള്ള ഉറപ്പ് തരാൻ ഇവരെയും കൊണ്ട് സാധിക്കുമോ? സാധിക്കത്തില്ല. ഇത്തരം ക്രീമുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് അടങ്ങിയേക്കുന്നത് എന്ന് നമുക്ക് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രീമുകളിൽ പോലും ഹൈ എമൗണ്ട് ഓഫ് കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഇത്തരം ക്രീമുകൾ എന്തുമാത്രം കാണും? ഇതൊക്കെ തേച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ശരീരം വെളുക്കുമായിരിക്കും. പക്ഷേ ഗ്രാജുവലി അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറും നമുക്ക് വലിയ വലിയ പരിണിതി ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്കെതിരെ സംസാരിക്കുകയായി. പാവമല്ലേ, അങ്ങനെ ജീവിച്ചോട്ടെ, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നൊന്നുമില്ല. നമ്മുടെ സമൂഹത്ത് കുറച്ച് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക. യൂട്യൂബിൽ വന്ന് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്നൊന്നുമില്ല. അങ്ങനെ പറ്റത്തില്ല. അതും മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു കാരണവശാലും ഒരു അമ്മയും ചെയ്യത്തില്ല. നല്ല അമ്മമാർ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല. എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ! സ്വന്തം അമ്മയുടെ അനാവശ്യമായിട്ടുള്ള വീഡിയോ വരെ എടുത്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാം. അപ്പൊ ഏതായാലും ഇവർക്കെതിരെ ആരും കേസ് കൊടുക്കത്തില്ലേ എന്ന് ഞാൻ ആലോചിച്ചതിന് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇവർക്കെതിരെ ഒരു ഗ്രൂപ്പ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാരാണ്, എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിന് കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത, അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള, ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ, ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകൾ, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900, 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവർ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള. അതിന്
ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളേരാണ്. ആമ്പിള്ളേരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. നമ്മൾക്ക് സോഷ്യൽ, അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട്. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. നാളെ 15 പേര് അല്ലെങ്കിൽ 150 പേര് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു 50 പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എന്താണ്, വിവരമില്ലായ്മയാണോ, എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടി എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്. ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട്. ഇവർ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്. ഒരു കാര്യവും തെറ്റായിട്ടില്ല. എല്ലാ കാര്യവും ഷാജിദയ്ക്കെതിരെ ഉന്നയിച്ചേക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ തന്നെ ശരിയാണ്. ഇങ്ങനെ വൃത്തികേട് വന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സമൂഹത്ത് നിയമങ്ങളുള്ളതുപോലെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. തുറന്നു വന്നിരുന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്ന് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാം എന്നുള്ള ഒരു ധൈര്യം ഇപ്പൊ പലർക്കുമുണ്ട്. അത്തരം ചാനലുകൾ ധാരാളം യൂട്യൂബിലുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം പല ചാനലുകളും ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് സ്ത്രീകളാണ്. 11 മണിക്കും 12 മണിക്കും 1 മണിക്കും വരെ വലിയ വലിയ ലൈവ് ഷോകളൊക്കെ നടത്തി ഈ ലൈവ് ഷോകളിനകത്തൊക്കെ വന്നിരുന്ന് തെറി പറയുവാണ്. എന്നിട്ട് കാണേണ്ടവർ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പകുതി മാത്രം വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഈ ലൈവ് ഷോകളും ഒക്കെ കാണിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് മക്കളെ വളർത്താനാണ്, കുടുംബം നോക്കാനാണ്. എത്രയോ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. നല്ല രീതിയിൽ വീഡിയോ ചെയ്യാമല്ലോ, എന്തുകൊണ്ട് ഇവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല? ഓക്കെ, നെഗറ്റീവ് പബ്ലിസിറ്റി ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയും നല്ല രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഈ മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റായ രീതിയിലാണ്. അത് നിങ്ങളെ മാത്രമല്ല അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മക്കളെയും അഫക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നാളെ ഭാവിയിൽ അവരിതൊക്കെ കണ്ടിട്ടാണ് വളർന്നു വരുന്നത്. സ്വന്തം ഉമ്മ ഇങ്ങനെ തെറി പറയുന്നു, ചീത്ത വിളിക്കുന്നു, തോന്നിവാസം പറയുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും വിമർശിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മാന്യമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാമല്ലോ. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇവർക്ക് സാധിക്കത്തില്ല. ഇവരിപ്പോ അങ്ങനെയാണ്, അഹങ്കാരമാണ്. പൈസ കുറച്ച് കിട്ടുമ്പോഴേക്കും, കുറച്ച് പബ്ലിസിറ്റി കിട്ടുമ്പോഴേക്കും അങ്ങ് അഹങ്കരിക്കുകയാണ്. അഹങ്കരിക്കാൻ പാടില്ല. ഇപ്പോൾ ആദ്യം പറഞ്ഞ ആ കേസ് അത് ഫർദറായിട്ട് ഡെവലപ്ഡ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ ചാനൽ വരെ പോകാൻ സാധ്യതയുണ്ട്. ചാനൽ പോയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇപ്പൊ ചാനലിൽ നിന്ന് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്, മക്കളെ നോക്കാനുള്ള വരുമാനം കിട്ടുന്നുണ്ട്. ആ വരുമാനം കൊണ്ട് നല്ല സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഓക്കെ, ക്രീം വിൽക്കുന്നതിൽ തടസ്സമില്ല. അതിന് കൃത്യമായിട്ടുള്ള ലൈസൻസും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വേണം. ഇത്തരം ക്രീമുകൾ ഒരുപാട് കെമിക്കലുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ തേക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്തെ ബ്ലീച്ചിന്റെ ഒക്കെ ഇഫക്റ്റ് കൊണ്ട് നമ്മൾ വെളുക്കുമായിരിക്കും. വൈറ്റനിങ് ക്രീമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പറയുന്ന ഷാജിദ തന്നെ ഫിൽറ്റർ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നു, ഞാൻ ഒരു ഫിൽറ്റർ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഫേസ് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല. അപ്പോൾ എൻ്റെ ഫേസിൽ കുരുക്കളുണ്ടാകും, എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകും. എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നാണിത്. എനിക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കുന്നത് കൊണ്ട് ഒരു മടിയുമില്ല. പക്ഷേ ഈ ക്രീം വിൽക്കുന്ന ഷാജിദ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ, ഇവർ ഫിൽറ്റർ ഇട്ടിട്ട് വന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്രീം വിൽക്കുന്ന വിൽപ്പനക്കാരിയാണ്. അപ്പോൾ നിങ്ങളുടെ ബെയർ ഫേസ് കാണിക്കാൻ എന്തിനാണ് മടിക്കുന്നത്? ഫിൽറ്റർ ഇട്ടിട്ടില്ല എന്നൊന്നും പറയണ്ട. ഫിൽറ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. നിങ്ങൾ ബെയർ ഫേസ് കാണിക്കുന്നതിൽ എന്തിനാണ് മടിക്കുന്നത്? നിങ്ങൾ ക്രീം വിൽക്കുന്ന ആളല്ലേ. അപ്പൊ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ ഈ ക്രീം ഉപയോഗിക്കുന്നുണ്ടോ? എന്നും ഈ ക്രീം ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബെനിഫിറ്റ് നിങ്ങൾക്കും കിട്ടണമല്ലോ. പക്ഷെ നിങ്ങൾക്കുള്ളതായിട്ട് തോന്നുന്നില്ല. വൈറ്റനിങ് ക്രീം അല്ലേ നിങ്ങൾ വിൽക്കുന്നത്? നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, കണ്ണിന് ചുറ്റും നല്ല രീതിയിലുള്ള കറുപ്പുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇല്ല. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ ഈ ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരെ പറ്റിക്കുകയല്ലേ? ഞാൻ ഒന്നും കൂടി പറയാം. വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ ഒക്കെ ക്രീമുകളിലും കെമിക്കൽ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ദോഷം വരാൻ പോകുന്നത് ഒരു ലോങ് ടേം ഇഫക്റ്റിലാണ്.
ഷോർട്ട് ടൈം കൊണ്ടല്ല. ലോങ് ടൈം ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനകത്തെ കെമിക്കൽസ് വളരെ പതിയെ നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങും. പക്ഷേ അതിനകത്തൊക്കെ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു അളവിനനുസരിച്ച് മാത്രമേ കാണത്തുള്ളൂ. കാരണം അവരൊക്കെ വലിയ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടൊക്കെയാണല്ലോ ഒരു ക്രീം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമറിന് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യം അവർ ചെയ്യത്തില്ല. എന്ന് വെച്ച് നാച്ചുറൽ ആണ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നതൊന്നും നാച്ചുറൽ അല്ല, അതിനകത്തൊക്കെ കെമിക്കലുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ലോങ് ടൈമിൽ മാത്രമേ അതിൻ്റെ പ്രശ്നം നേരിടേണ്ടി വരത്തുള്ളൂ. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, അതിനകത്ത് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമുക്ക് പരാതിപ്പെടാനും ഒക്കെ നമുക്ക് അവസരമുണ്ട്. പക്ഷേ ഇത്തരം ക്രീമുകളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാമോ? മെർക്കുറി പോലെയുള്ള പദാർത്ഥങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഓർഗനുകളെയൊക്കെ ബാധിക്കും. നമ്മൾ ആരുടെ അടുത്ത് പോയി പരാതി പറയും? ഏതെങ്കിലും ബ്രാൻഡാണോ ഇത് വിൽക്കുന്നത്? അല്ല. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരൊക്കെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇങ്ങനെ വാങ്ങിക്കുന്നു, എന്നിട്ട് ഇവരുടെ പേരും എഴുതിയിട്ടിട്ട് അങ്ങ് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കാൻ പോലും ആർക്കും അവകാശമില്ല. അപ്പോൾ കണ്ണുടച്ച് ആരെയും വിശ്വസിക്കാതെ ഇരിക്കുക. ഇവരിപ്പം യൂട്യൂബേഴ്സിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്ക് പേടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടല്ല വിമർശിക്കാറുള്ളത്. ഞാൻ മര്യാദയ്ക്ക് മാത്രമാണ് എല്ലാവരെയും വിമർശിക്കാറുള്ളത്. അവർ ചെയ്യുന്ന തെറ്റുകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഷാജിദ ചെയ്ത തെറ്റുകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് തെറ്റുകൾ തന്നെയാണ്. ഷാജിദ ചെയ്തതും പറഞ്ഞതും ഒക്കെ തെറ്റുകൾ തന്നെയാണ്. വന്നിരുന്ന് വൃത്തികേടുകളും തോന്നിവാസവും ഒരു വീഡിയോയിലും വന്ന് വിളിച്ചു പറയാൻ ഒരാൾക്കും അവകാശമില്ല. മാന്യമായ ഭാഷയെ സംസാരിക്കുക. ഷാജിദയുടെ മക്കൾ മാത്രമല്ല, ഒരുപാട് മക്കളുമാര് ഇത് കാണുന്നുണ്ട്. അപ്പൊ അവരും വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ വൃത്തികേടാണ്! ഒരു ഉമ്മയെക്കുറിച്ച് വരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉമ്മയും മകളും തമ്മിൽ വഴക്കുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ വഴക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കാമല്ലോ, നല്ല ഭാഷയിൽ സംസാരിക്കാമല്ലോ. ഇവരൊക്കെ ഈ നല്ല ഭാഷയിൽ സംസാരിക്കാൻ ഇനി എന്നാണ് പഠിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. യൂട്യൂബിൽ വന്നിരുന്ന് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം എന്നുള്ളൊരു ധൈര്യം പലർക്കും ഉണ്ട്. ആ ചാനലുകൾക്കൊക്കെ എതിരെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരൊക്കെ പഠിക്കത്തുള്ളൂ. എന്ത് തോന്നിവാസവും വിളിച്ചു പറഞ്ഞ് വൈറലായി പൈസ ഉണ്ടാക്കാമെന്ന് ആരും കരുതണ്ട.